നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1972 നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിഹാസ താരങ്ങളായ ബോറിസ് സ്പാസ്കിയും ബോബി ഫിഷറും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ സ്പാസ്കി വൈറ്റ് സൈഡും ഫിഷർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ കിട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിൻ്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് ഫ്രഞ്ച് വേരിയേഷനിലേക്കോ ക്ലാസിക്കൽ വേരിയേഷനിലേക്കോ അല്ലെങ്കിൽ ഡ്രാഗൺ വേരിയേഷനിലേക്കോ മാറാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് ഇവിടെ A6 ചെയ്തുകൊണ്ട് നൈഡോർ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് E6 ചെയ്തുകൊണ്ട് ക്വീൻ വെച്ച് നൈറ്റിന് സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് F4 മൂവ് ചെയ്യുന്നു. ഇനി E5 ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ക്വീനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ക്വീനെ B6 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ B2 പോണിനെതിരെ അറ്റാക്കാണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രാപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വൈറ്റിന് വേണമെങ്കിൽ A3 മൂവ് ചെയ്യാം. ഈ സമയത്ത് ബ്ലാക്ക് ക്വീൻ വെച്ച് B2 പോണിനെ എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുമ്പോഴാണ് ആ ട്രാപ്പ് പൂർണ്ണമായും സക്സസ് ആവുന്നത്. ഇവിടെ ഇപ്പോൾ ആ നൈറ്റിന് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈറ്റിനെ A4 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ ട്രാപ്പിലായിരിക്കുകയാണ്. ക്വീന് പോകാനുള്ള എല്ലാ സ്കോറുകളും വൈറ്റിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിവിടെ ഒരു റൂക്കിന് പകരം ക്വീനിനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഇതേ ട്രാപ്പിന് തന്നെ മറ്റൊരു രീതിയിൽ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനിനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം B2 പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം കാസിനുള്ള സൗകര്യം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഫിഷർ ഇവിടെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് B2 പോൺ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ വേരിയേഷൻ പോയിസൺഡ് പോൺ വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ഈ ക്വീൻ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. വൈറ്റ് അതിന് തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ B3 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ക്വീനിന് തിരിച്ചു പോകാനുള്ള ഫയലും ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ A3 മൂവ് ചെയ്ത ശേഷം റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടെ ആ ക്വീൻ ട്രാപ്പിലാകും. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ക്വീനോട് നിന്ന് മാറ്റാണ്. ക്വീനെ A3 മൂവ് ചെയ്തുകൊണ്ട് A2 പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അടുത്തായി വൈറ്റ് ബിഷപ്പിനെ E2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് H5 മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഡെവലപ്പ് ആകാനുള്ള പീസുകൾ ഡെവലപ്പ് ആണ്. ആദ്യം നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ ഈ ഓപ്പൺ ഡയഗണിൽ നിന്നും H1 മാറ്റുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റ് വീണ്ടും ആ ക്വീനെ ടാർഗറ്റ് ചെയ്യാണ്. നൈറ്റിനെ B1 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ B4 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ E4 പോണൊരു അറ്റാക്ക് കൊണ്ട് ഇതൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറുമാണ്. എന്നാൽ വൈറ്റിനിവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് താല്പര്യമില്ല. ക്വീനെ E3 മൂവ് ചെയ്തുകൊണ്ട് E4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഫിഷർ നൈറ്റ് ഉപയോഗിച്ച് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ പോൺ പിന്നിങ്ങിലായത് കാരണം പോൺ ഉപയോഗിച്ച് തിരിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാണ്. നൈറ്റിനെ E7 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നതോടൊപ്പം വൈറ്റിൻ്റെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റിന് പോണെങ്കിൽ പോൺ വെച്ച് പോൺ എടുക്കാം. എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല. പകരം C4 മൂവ് ചെയ്തുകൊണ്ട് അറ്റാക്കുള്ള പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ E5 ഓപ്പൺ ആകും എന്നുള്ളതുകൊണ്ട് ബ്ലാക്കും പോൺ വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം നൈറ്റ് വെച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ F5 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ D3 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിന് വളരെ നല്ലൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് H5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H4 മൂവ് ചെയ്തുകൊണ്ട് G3 സ്കോറിലേക്ക് ഒരു കൺട്രോളൂടെ കൊണ്ടുവരുന്നു. ഇനി ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാനും ഒരു ചെക്കോട് കൂടി H5 ഓപ്പൺ ചെയ്യാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ വീണ്ടും പോൺ വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം ബിഷപ്പിനെ G4 കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്താലും വൈറ്റിനത് അക്സെപ്റ്റ് ചെയ്യാം. പോൺ വെച്ച് പോൺ ഇട്ടുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വന്നാലും പ്രശ്നമില്ല. ആ ബിഷപ്പ് വെച്ച് തന്നെ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റിനെ സാക്രിഫൈസ് കൊണ്ടുള്ള അറ്റാക്ക് സക്സസ് ആവില്ല.
അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ D6 മൂവ് ചെയ്യുന്നു. ഇത് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെ നൈറ്റിനെ D6 മൂവ് ചെയ്യുന്നതിന് പകരം E7 തിരിച്ചു കൊണ്ടുപോകുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഇപ്പോൾ നൈറ്റ് D6 ഒന്നോടെ ബ്ലാക്കിൻ്റെ ക്വീന് സേഫായിട്ട് പോകാനുള്ള ഒരു സ്ക്വയർ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ ഈ വളരെ ചെറിയൊരു മിസ്റ്റേക്ക് വൈറ്റ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. ഇപ്പോൾ നൈറ്റൂടെ D6 ഒന്നോടെ വൈറ്റിൻ്റെ C4 പോകുന്നവരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്. നൈറ്റിനെ D2 കൊണ്ടുവന്ന് പോണിനെയും നൈറ്റിനെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്ലാക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. F5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. A3 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ആ ക്വീനിന് സേഫായിട്ട് പോകാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഒന്നുകിൽ A4 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ B6 മൂവ് ചെയ്യാം. ഇവിടെ ബ്ലാക്ക് ക്വീനെ B6 മൂവ് ചെയ്യുന്നു. വൈറ്റ് C5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനെ B5 കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C3 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ഒരേ സമയം ബ്ലാക്കിന് 2 പീസുള്ള അറ്റാക്കിലായിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ 2 കരുക്കളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. പോൺ വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ 2 കരുക്കളും അറ്റാക്കിലാണെങ്കിലും വൈറ്റ് ഈ 2 കരുക്കളെയും വെട്ടിയെടുക്കുന്നില്ല. പകരം ആ ക്വീനെ തന്നെ ടാർഗറ്റ് ചെയ്യാണ്. A4 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ക്വീൻ പൂർണ്ണമായും ട്രാപ്പിലായിരിക്കുകയാണ്. ആ ക്വീൻ ഇപ്പോൾ സേഫായിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. വേണമെങ്കിൽ E2 വരാം. ആ സമയത്ത് റൂക്ക് E1 ഒന്ന് അറ്റാക്ക് വരുമ്പോൾ പിന്നീട് സേഫായിട്ട് പോകാൻ സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ ക്വീനും റൂക്കും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ മറ്റൊരു രീതിയിൽ ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. H3 മൂവ് ചെയ്തുകൊണ്ട് G2 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ഒരു ഫോർക്കും ചെക്കാണ് ബ്ലാക്കിൻ്റെ ലക്ഷ്യം. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാം എന്നാവും ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ വൈറ്റ് അങ്ങനൊരു അവസരം കൊടുക്കുന്നില്ല. ആദ്യം തന്നെ ആ ക്വീനെ നേടിയെടുക്കുകയാണ്. പോൺ വെച്ച് ക്വീനെ എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോഴും ബ്ലാക്കിൻ്റെ നൈറ്റും റൂക്കും അറ്റാക്കിലാണ്. ബ്ലാക്ക് റൂക്കിനെ H3 കൊണ്ടൊന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ F6 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും F5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C6 മുതലുണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാലും വൈറ്റിന് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ആ ബിഷപ്പിനെതിരെ ഇതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് അങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനോട് മാറ്റാണ്. ബിഷപ്പിനെ C8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും മികച്ചൊരു മൂവ് വരെയാണ്. പോൺ വെച്ച് E6 പോണിട്ടുകൊണ്ട് ഈ നൈറ്റിനുള്ള ഒരു സപ്പോർട്ട് ഒഴിവാക്കിക്കുന്നതോടൊപ്പം ക്വീന് വെച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കും കൊടുക്കുന്നു. ഇങ്ങനെ 2 തരത്തിലുള്ള അറ്റാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ ആ പോണിനെ വെട്ടിയെടുക്കാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ബിഷപ്പ് വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് B7 പോണെടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാം. റൂക്ക് B8 വന്ന് ആ പോണിനെ തിരിച്ചറ്റാക്ക് കൊടുക്കണമെങ്കിൽ അടുത്ത പോൺ വെച്ച് A6 പോണെടുത്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാനും വീണ്ടും ഇവിടെ ഒരു പോണ പ്രൊമോഷനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണെട്ടുന്നില്ല. പോൺ വെച്ച് പോണെട്ടിക്കൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. റൂക്കിനെ E1 കൊണ്ടുവന്ന് E6 പോണിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ നൈറ്റിന് ആ പോണിൻ്റെ സപ്പോർട്ടറാണുള്ളത്. ആ പോൺ പിന്നിങ്ങിലായതുകൊണ്ട് തന്നെ വൈറ്റിന് ക്വീന് വെച്ച് ആ നൈറ്റിനോട്ട് എടുക്കാം. ഇപ്പോൾ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ H5 കൊണ്ടുവരികയാണെങ്കിൽ ക്വീൻ G6 ഒന്ന് ഇങ്ങനെ ഒരു ഫോർക്ക് ചെക്ക് വരുമ്പോൾ റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ഈ പോണിൻ്റെ പിന്നൊഴിവാക്കിക്കൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E7 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ തന്നെ ഏകദേശം ഗെയിം വൈറ്റിന് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം ആ ബിഷപ്പിനെ പിൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് വെച്ച് E6 പോണെടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കാണ്. ഇനി ക്വീന് വെച്ച് ഇങ്ങനെ ഒരു ചെക്കിന് സാധ്യതയുണ്ട്. ബ്ലാക്ക് നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്താലും വൈറ്റിന് കിങ്ങിനെ H1 മൂവ് ചെയ്യാം. ഇനി പെട്ടെന്നൊരു അറ്റാക്കിനുള്ള സാധ്യതയില്ല. എന്നാൽ വൈറ്റിനിവിടെ പലതരത്തിലുള്ള അറ്റാക്കിങ് സാധ്യതകളുണ്ട്. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടിരിക്കുകയാണെങ്കിൽ ക്വീനെ G8 കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിന് നേടിയെടുക്കാം. അല്ലാതെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ആ കിങ്ങിനോടൊന്ന് മൂവ് ചെയ്യിക്കാനും വളരെ വേഗത്തിൽ വിജയിക്കാനും കഴിയും. അവിടെ സാധ്യതയുള്ള ഒരുപാട് ഓപ്ഷൻസിൽ ഒരെണ്ണം മാത്രം കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും
ഇവിടെ യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായിക്കൊണ്ടാണ് റൂക്ക് വെച്ച് പോയിന്റ് എടുത്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.